എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സുപ്രഭാതത്തിൽ സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന യതീഷയുടെ ഈ ഒരു ജ്ഞാന പരമ്പരയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം ഹവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈ ഒരു സുപ്രഭാതത്തിൽ, ഈ വൃശ്ചിക കുളിരിൻ്റെ ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും വീണ്ടും അയ്യനെ അറിയുവാനും അയ്യനുമായി അനുഭവം പങ്കുവയ്ക്കാനും എന്താണ് ശാസ്താവ്, എന്താണ് മണികണ്ഠൻ, അല്ലെ എന്താണ് അയ്യപ്പൻ അല്ലെങ്കിൽ ശ്രീ ഭൂതനാഥൻ എന്നൊക്കെ വിളിക്കുന്ന ആസ്തിത്വത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ്, വരും തലമുറ ശ്രദ്ധിക്കേണ്ട ആചാര പദ്ധതിയിലെ മാനസികമായ, താത്വികമായ, മനഃശാസ്ത്രപരമായ, ഭൂമിശാസ്ത്രപരമായ, ചരിത്രപരമായ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് ഒരു നമ്മളെ കൊണ്ടാവുന്ന വിധം, അല്ലേ? കാരണം അയ്യപ്പൻ്റെ ചരിതം എല്ലാ അർത്ഥത്തിലും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ശാസ്താവ് തന്നെ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ നമ്മൾ നടത്തുന്നത് ഒരു എളിയ ശ്രമം, അതിലൂടെയെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ അറിഞ്ഞ ആ ഒരു മാധുര്യം, അയ്യപ്പൻ എന്ന മാധുര്യം വായനയുടെ തലങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ ധാരാളം ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ സംസാരങ്ങളിലൊക്കെ നമ്മൾക്ക് കിട്ടിയ ഈ അറിവിൻ്റെ മുത്തുകൾ ഒക്കെ ചേർത്ത് വെച്ച് അതൊക്കെ കോർത്തിണക്കി നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഉപഹാരം എന്ന നിലയിൽ ആണ് ഞങ്ങൾ ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. നാളെ അത് ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ നാളെ അത് അയ്യപ്പൻ എന്ന ആ ഒരു തീർത്ഥാടന പരമ്പരയിൽ, നാളെ ഈ ഒരു ആധുനിക സമൂഹത്തിന് എന്തെങ്കിലും വിധത്തിൽ അതൊരു സഹായിയായി തീരട്ടെ എന്ന് മാത്രമുള്ള ആ ഒരു നന്മ നിറഞ്ഞ ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. എല്ലാവരും ഇതിൽ പങ്കാളിയാകണം. പരമാവധി അയ്യപ്പനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത്, ഇതുവരെ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഈ ഒരു ജ്ഞാനപരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം മറ്റൊന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇന്ന് നമ്മൾക്ക് പ്രകൃതി കനിഞ്ഞ് അനുവദിച്ച് തന്നതാണ് ഈ സാമൂഹ്യ മാധ്യമം എന്ന ഈ ഒരു വേദി. ആ വേദി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഈ വിദ്യകളൊക്കെ പരമാവധി ലോകത്തിൽ വിതരണം. എൻ്റെ ഗുരുനാഥനായ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്, ഈ വിദ്യ നാട് നീളെ വിതരണം. അതിൽ നിന്ന് പാകമായ മനസ്സുകളിൽ അത് വലിയ വലിയ തുഷ്ടിയുള്ള തളിരുകളായി വളർന്ന് അതൊരു വലിയ വൃക്ഷമായി, അതൊരു സമൂഹത്തിന് തന്നെ തണലാകുന്ന വ്യക്തിത്വങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ശ്രീ ഭൂതനാഥൻ്റെ കാൽക്കൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷനും ആരംഭിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കാരണം അയ്യപ്പൻ എന്ന ഒരു അസ്തിത്വം, അല്ലെങ്കിൽ ഒരു അവതാരം, അതിനെ നമ്മൾ ആ ഒരു ദിവ്യമായ അവതാര പുരുഷനെ, അവതാര ചൈതന്യത്തെ നമ്മൾ സമഗ്രമായി എല്ലാ തലത്തിൽ നിന്ന് നോക്കിയ സമയത്തും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ബോധത്തിലെത്തി. അപ്പം അതിൻ്റെ തുടർച്ചയായി നമ്മൾക്ക് പറയുവാനുള്ളത് എന്താ? അയ്യപ്പനും മഹിഷിയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉള്ള ആ ബിന്ദുക്കൾ തമ്മിൽ ഒരു ചരിത്രത്തിൻ്റെ കോണുകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ആ കുത്തുകളൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയാണ് ശരിക്കും നമ്മൾ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത്. മൈസൂർ എന്ന പ്രദേശം ശരിക്കും നമ്മൾക്ക് തോന്നുന്നത് എന്താണ്? അയ്യപ്പൻ എന്ന ആ മഹാ അവതാരം, മഹിഷി എന്ന
അസുര ജന്മത്തെ അല്ലെങ്കിൽ ആസുരിക അവതാരത്തെ ചൈതന്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി പിറവിയെടുത്തു. മൈസൂർ എന്ന് പറയുന്നത് മഹിഷന്റെ ഊരാണ്. ആ മഹിഷനെ വധിക്കാൻ സാക്ഷാൽ ചാമുണ്ട അവതരിക്കേണ്ടി വന്നു. അത് മൈസൂരിൽ മഹിഷന്റെ ഊരിൽ ചാമുണ്ടേശ്വരി എന്ന രൂപത്തിൽ അവിടെ ഒരു വലിയ ആരാധനാ സമ്പ്രദായം, അതും ഈ പറയുന്ന ചാമുണ്ടി ഹിൽസ് എന്നാണ് അതിലെ ആ കുന്നുകളെ പറയുക. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾക്ക് കേരളത്തിൽ മഹിഷിയെ വധിച്ച് ഇങ്ങിപ്പുറം നമ്മുടെ സഹ്യന്റെ പർവ്വതനിര കടന്ന് വന്നപ്പോൾ നമ്മൾക്കിവിടെ ശബരിമല അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ചരിത്രപരമായ ഒരു കണക്റ്റാണ് ശരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് പറയാനുള്ളത് ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾക്ക് ആരംഭിക്കാം. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ശബരിമല തീർത്ഥാടനം എന്നുള്ളത് നമ്മൾ തുടങ്ങുന്നത് തന്നെ എവിടെ വെച്ചിട്ടാണ്? മാലയിടേണ്ടത് ശരിക്കും കൃത്യമായ ശാസ്ത്രം, ഞാനതാണ് പറഞ്ഞത്, അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇതിനെ വളരെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഷഡ്ചക്രങ്ങളാകുന്ന ഷഡ്ക്ഷേത്രങ്ങൾ അല്ലേ, അയ്യപ്പ സ്വാമിയുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട 6 പ്രധാന ശാസ്താക്ഷേത്രങ്ങൾ. അതിൽ ആദ്യത്തേത് തിരുനെൽവേലിയിലുള്ള പൊൻചോരിമുത്ത് അയ്യനാർ കാവ്. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി. നമ്മുടെ അയ്യപ്പ സീരീസ്, ഈ സ്പിരിറ്റ് ഓഫ് ശാസ്ത സീരീസ് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് അവിടെ ഒരു ചേട്ടൻ ചെന്നതും അവിടെ ഉണ്ടായ അനുഭവമൊക്കെ എനിക്ക് അവിടെ എത്തിയ ഫോട്ടോ ഒക്കെ പങ്കുവെച്ചിട്ട് ആ ചേട്ടൻ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചു. വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം വോയിസ് ഇട്ടു അതിൽ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ആ ഒരു മൂർത്തിയോട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ ഒരു ചൈതന്യത്തിൻ്റെ ആ ഒരു വലിയൊരു പ്രസരം, അതൊക്കെ. പക്ഷെ അദ്ദേഹം പോയത് ശരിക്കും എനിക്ക് തോന്നുന്നു ആ വോയിസ് കേട്ടപ്പം നമ്മുടെ സീരീസ് കേൾക്കുന്നതിന് മുമ്പേ ആണ് പോയത്, അവിചാരിതമായി പോയതാണ്. പക്ഷെ അവിടെ ഇങ്ങനെ തൊഴാൻ സാധിച്ചു. പക്ഷെ നമ്മുടെ സീരീസ് കേട്ടപ്പോഴാണ് അവിടെ ഉണ്ടായ അനുഭവം അദ്ദേഹം വീണ്ടും റീകളക്ട് ചെയ്തിട്ട് പറഞ്ഞത് ശരിയാണ്, അവിടെ വളരെ ശക്തിയുള്ള ഒരു അനുഭവം അയാൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. കാരണം എന്താണ്, ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അത് വെറും ഒരു ക്ഷേത്ര ദർശനം മാത്രമാണ്. അവിടെ ചെന്ന് ഈ പറയുന്ന വഴിപാടുകൾ മാത്രം കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും വാങ്ങി തിരിച്ചു വരുന്ന ഒരു അനുഭവത്തിനപ്പുറത്ത് നമ്മൾക്ക് ആധ്യാത്മികതയിലുള്ള ഒരു അനുഭവവും നമ്മൾക്ക് ഉണ്ടാകാറില്ല. കാരണം വേറെ ഒന്നുമല്ല, മനസ്സിൽ ഭാവം ഇല്ലാതെയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. അപ്പം മനസ്സിൽ ഭാവം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? പൊൻചോരിമുത്ത് അയ്യനാർ കാവ്. ഇപ്പം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ വളരെ മനോഹരമായ പൊതികൈ മലയുടെ മുകളിൽ വളരെ ഭവ്യമായി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശരിക്കും. പേരിപ്പോൾ നമ്മൾ അയ്യപ്പനെ ശബരിമലയൊക്കെ കാണുന്ന ആ പ്രൗഢിയൊന്നും അവിടെ നമുക്ക് ദർശിക്കാനാവില്ല. കാരണം ശബരിമലയുടെ ചരിത്രം എടുത്താൽ തന്നെ നമുക്കറിയാം എന്താണ് പ്രൗഢി പിന്നീട് വന്നു ചേർന്നതാണ്. ശബരിമലയ്ക്ക് ഇന്ന് കാണുന്ന പ്രൗഢിയൊക്കെ പിന്നീട് വന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. ശബരിമല ശരിക്കും ഒരു കാവ് തന്നെ അല്ലേ, ആര്യമലക്കാവ്. അപ്പോൾ അല്ല, ശൗര്യമലക്കാവ്. അപ്പോൾ ശബരിമല തന്നെ ശൗര്യമല എന്നാണ് അറിഞ്ഞിരുന്നത്. ഇന്നാണ് അങ്ങനെയുള്ള ആ പരിണാമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഡെവലപ്മെൻറ്റ് ശബരിമലയിൽ ദർശിക്കാനുണ്ടായത്. ആചാരങ്ങളൊക്കെ വളരെ ഈ പറയുന്ന പോലെ ഒരുപാട് സമ്പ്രദായങ്ങൾ മാറി മറിഞ്ഞ് വന്നതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പം പൊൻചോരിമുത്ത് അയ്യനാർ തിരുനെൽവേലിയിലുള്ള അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്, വളരെ ഭവ്യതയിൽ നിൽക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും വളരെ മനോഹരിയായി അനസ്യൂതമായി ഒഴുകുന്ന താമ്രഭരണി അല്ലേ നദിയുടെ തീരത്താണ്. ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുപാട് മയിലുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ചുറ്റും വളരെ ഫ്രണ്ട്ലി ആയി വിഹരിക്കുന്ന മയിലുകൾ കാണാം. ശരിക്കും അത് ഈ പറയുന്ന ശാസ്താ ക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ഒന്നാമത്തേതായ ക്ഷേത്രമാണ് ചോരിമുത്തയ്യൻ കോവിൽ. ശരിക്കും അവിടെ ചെന്നാൽ ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ പറയുന്ന തീർത്ഥാടന കാലം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരാധന ഉണ്ടോ?
ആളുകളൊക്കെ വരാറുണ്ടോ എന്ന് പോലും നിങ്ങൾ തോന്നിപ്പോകും. കാരണം ഈ പറയുന്ന പോലെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി നമ്മൾ അറിഞ്ഞ് ആചരിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവൻ മാലയിടാൻ പോകേണ്ടത് തന്നെ അവിടെ വെച്ച് മാലയിടണം എന്നാണ്. ഇനി 41 ദിവസത്തെ കഠിന വ്രതം അങ്ങനെയാണ് പറയാം. ഇന്നാള് ഞാനൊരു ശരത്തേട്ടൻ്റെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു, സ്വാമിമാര് പണ്ട് കാലത്ത് ഈ കന്നി അയ്യപ്പൻ എന്ന് സ്വാമിമാരെ വിളിക്കാൻ തന്നെ ഉണ്ടായ കാരണം, ഇന്ന് നമ്മൾ വൃശ്ചികത്തിലാണ് മാലയിടുന്നതെങ്കിലും പഴയ കാലത്ത് യഥാർത്ഥ ആചാരം വളരെ സമൂഹത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താണോ ശബരിമലയിലെ ആചാരം അത് 100% ആത്മാർത്ഥതയോടെ കലർപ്പില്ലാതെ ചെയ്തിരുന്ന കാലം കന്നി സ്വാമിമാര് എന്ന് പറയുന്ന ആൾക്കാർ, ആദ്യമായി ശബരിമലയിൽ പോകേണ്ട ആളുകൾ മാലയിടുന്നത് കന്നി 1-നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദിവസം എടുത്തിട്ടായിരിക്കും മകരവിളക്കിന് ആള് ശബരിമലയിൽ എത്തുക? കന്നി, തുലാം, വൃശ്ചികം അല്ലേ? അപ്പോൾ ഇത്രയും നീളത്തില് നോമ്പെടുത്തിട്ടാണ് പഴയ ആൾക്കാർ ശബരിമലയ്ക്ക് പോയത്. കഠിന വ്രതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ചിലപ്പം ജീവിതത്തിൽ ഒരു തവണയൊക്കെ അവർ യാത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു തവണത്തെ യാത്ര അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന യാത്രയായിരിക്കും. കാരണം അത്രയും കഠിനമായ ഉപാസനയോട് കൂടിയിട്ടാണ്, നൈഷ്ഠികമായ ആചരണങ്ങളോട് കൂടിയിട്ടാണ് അവർ ശബരിമല ദർശിച്ചിട്ടുള്ളത്. അന്ന് അവർ ദർശിച്ചതിൻ്റെ ആ ചൈതന്യം, ആ സാധകൻ്റെ ചൈതന്യ പുണ്യൊക്കെയാണ് ഇന്ന് ശരിക്കും ശബരിമലയിൽ നമ്മൾ പോയിട്ട് നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഈശ്വരീയത. നമ്മളൊരു താപസിയായി മാറി നമ്മൾ ആ മല ചവിട്ടുന്ന സമയം നമ്മുടെ ഈ തപസ്സിൻ്റെ ചൈതന്യം കൂടെ അവിടെ വിളങ്ങി നിൽക്കും. അപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് കന്നി സ്വാമി എന്നുള്ള പേര് പോലും വരുന്നത്. അപ്പം എന്താണ് പഴയ കാലത്തുള്ള ആചാരങ്ങൾ? അപ്പം ഈ ആചാരങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ അറിഞ്ഞ് ആചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം മാറ്റം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, എന്തുമാത്രം പുണ്യം ഉണ്ടാവും നമ്മുടെയൊക്കെ മാനസികമായ തലത്തിൽ, ചിന്തകളിൽ, പ്രവൃത്തികളിൽ, സംസാരത്തിൽ, സമൂഹം തന്നെ എങ്ങനെയുണ്ടാവും. പക്ഷെ ഇന്ന് അത് വെറും ഒരു തീർത്ഥാടന കേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കാലത്ത് തന്നെ ഇതൊന്ന് റോപ്പ് വേയും ഇനിയിപ്പോൾ എയർപോർട്ടൊക്കെ വരുമ്പോൾ എന്താവും, ആ ഒരു കഠിനമായി പോയിരുന്ന ഒരു സ്ഥലം വെറും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പല കാര്യങ്ങളുണ്ടാവാം, ആധുനികത ആവശ്യപ്പെടുന്നതിൻ്റെ ആവശ്യകതകൾ ചിലപ്പം ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടി വരും. അപ്പം ഇതിലൊന്നും വ്യക്തിപരമായ അഭിപ്രായത്തിന് സ്ഥാനമില്ലല്ലോ. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് സർക്കാർ നടപ്പിലാക്കാന്നാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സംവിധാനം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊന്നും നമ്മൾക്ക് അമിതമായി വ്യക്തിപരമായ അഭിപ്രായത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ശബരിമലയിലേക്ക് പിന്നെ തീർത്ഥാടനം തുടങ്ങുന്ന ആ ക്ഷേത്രം തിരുനെൽവേലിയിലുള്ള പൊഞ്ചോരിമുത്ത് അയ്യനാർ കോവിലാണ്. അപ്പോൾ ഇവിടെ ആരാധനാമൂർത്തി നമുക്കറിയാം, ഇവിടെ നമ്മുടെ ശബരിമലയിലുള്ള ആ രീതിയിലല്ല ഇവിടെ നമ്മൾക്ക് അയ്യനെ കാണാൻ സാധിക്കുക. കാരണം ഈ ക്ഷേത്രം അയ്യപ്പ ഭക്തരുടെ യാത്രയുടെ ആരംഭ ബിന്ദുവായ അല്ലെങ്കിൽ മൂലസ്ഥാനമായ അല്ലെങ്കിൽ ആദി മൂലസ്ഥാനമാണ് എന്നാണ് അവിടുത്തെ പൂജാക്രമങ്ങൾ. അപ്പോൾ അതെന്താണ്, ഇവിടെ വെച്ചാണ് ശരിക്കും ഒരു അയ്യപ്പ സ്വാമി മാല ഇടേണ്ടതെന്നാണ്. അയ്യപ്പ ഭക്തർക്ക് അവരുടെ ഗുരുസ്വാമി ആ സന്നിധിയിൽ വെച്ചിട്ട് മാല കൊടുക്കും. പിന്നെ 41 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 48 ഇതിങ്ങനെ വിവിധ തലങ്ങളുണ്ട്. അതായത് ചില ആളുകൾ ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 48. ആ 48 എന്നുള്ളതിന് തന്നെ ഒരുപാട് റിലേറ്റിവിറ്റി കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ചന്ദ്രൻ്റെ പൂർണ്ണ അയനം, അതിനോടൊപ്പം ഏകാദശി വരെയുള്ള 11 ദിവസം, അതാണ് 41 ദിവസം എന്ന ഒരു ഫോർമുല കാണാം. മറ്റൊരു സ്ഥലത്ത് 27 നക്ഷത്രങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ 9 ഗ്രഹങ്ങൾ, ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന 12 രാശികൾ, ഇത് ചേരുമ്പോൾ ഒരു മണ്ഡലം എന്ന് പറഞ്ഞ ഒരു സർക്കിളാണ് ശരിക്കും. നമ്മളൊരു അയനം, ഒരു മാല സ്വീകരിച്ച് ഒരു അയനം പൂർത്തിയാവുന്ന ആ സംഖ്യാക്രമം, അതാണ് 48 എന്നുള്ള ഒരു സിദ്ധാന്തം വേറെയുണ്ട്. അപ്പോൾ
ഇതിൽ ഈ പറയുന്ന പോലെ ആധികാരികതയല്ല, ഓരോ ക്രമം അനുസരിച്ചിട്ടാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഏറ്റവും എനിക്കിഷ്ടം ഈ 48 എന്നുള്ള സിദ്ധാന്തത്തിന്റെ കൂടെ പോകാനാണ്. കാരണം അതിൽ ഞാൻ എന്ന അസ്തിത്വത്തിന്റെ ഒരു പൂർണ്ണത ദർശിക്കാനുണ്ട്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ദേവി സൂക്തത്തില് വാഗംവൃണിയും ഋഷിക വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അഹം രുദ്രേബിർവസുഭിശ്ചരാമ്യഹം ആദിത്യൈരുത വിശ്വദേവൈ അഹം മിത്രാവരുണോഭ വിബർമ്യഹം ഇന്ദ്രാഗ്നി അഹം അശ്വിനോഭ. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ 11 രുദ്രന്മാരും 8 വസുക്കളും 12 ആദിത്യന്മാരും. എൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ പഞ്ചഭൂതം, ഭൂതനാഥൻ, ശ്രീഭൂതനാഥൻ, അയ്യപ്പൻ ആരാണ്? ഭൂതനാഥൻ. അപ്പൊ ഞാൻ എന്ന് പറയുന്നതോ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആത്മാവ്. എന്നാൽ ഈ ആത്മാവ് കുടികൊള്ളണമെങ്കിൽ ഈ ശരീരത്തിൽ 10 ദശപ്രാണന്മാരും ജീവാത്മാവും, അതാണ് ഏകാദശ രുദ്രന്മാർ. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ എന്നത് ഡീകോഡിഫൈ ചെയ്താൽ വളരെ വൃത്തിയായിട്ട് എനിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ന ഈ പിണ്ടാണ്ടം ഈ പറയുന്ന 12 രാശികളിൽ നിൽക്കുന്ന 9 ഗ്രഹങ്ങള്, 27 നക്ഷത്ര കൂട്ടങ്ങള്, അല്ലേ? നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം അല്ല ശരിക്കും, അത് 27 സ്റ്റാർ കോൺസ്റ്റലേഷൻസ് ആണ്. ഇതൊക്കെ അടങ്ങുന്നതാണ് ഞാൻ എന്ന അസ്തിത്വം എന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ആ ഒരു പൂർണ്ണ വൃത്തം, അതാണ് മണ്ഡൽ പറഞ്ഞത്. വേറൊന്നിനും കൊണ്ടല്ല, ഈ മാല ഇട്ടാൽ നമ്മൾ മണ്ഡലകാലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പല ആളുകളും 14 ദിവസം, 4 ദിവസം, 8 ദിവസമൊക്കെ കൊണ്ടുപോയിട്ട് വരുന്ന ആളുകൾക്ക് വെറും ഒരു ദിവസം രാവിലെ മാല ഇട്ട് 18-ആം പടി ചവിട്ടും. കാരണം ഇതൊക്കെ ഈ പറയുന്ന പോലെ എന്തിനാണ് ഈ തീർത്ഥാടനം വെച്ചിട്ടുള്ളത്, എന്ത് ഉദ്ദേശത്തിലാണ് അയ്യപ്പനെ കാണാൻ പോകേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുമ്പോഴാണ് ആ മാല ഇടുന്ന ആൾക്ക് പോലും ബോധം ഉണ്ടാവുക, എനിക്ക് ഇത്രയും ദിവസം എടുത്തിട്ട് പോകേണ്ട ഒരു കാര്യമാണ് എന്ന് ആൾക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ എന്താവണം, നമ്മൾ ഈ തത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ 41 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 48 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ വ്രതത്തിനും ശബരിമല യാത്രയ്ക്ക് തുടക്കം കുറിക്കലുമാണ് ശരിക്കും ഇവിടെ വെച്ച് സംഭവിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിൽ വെച്ച് ഈ മാല ശബരിമല സന്ദർശനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും കഴിയുന്നത് വരെ കഴുത്തിൽ നിന്നും മാറ്റുവാൻ പാടില്ല എന്നാണ് പറയാം, അല്ലേ? അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് 41 ദിവസം വ്രതം എടുക്കണം. ഞാനീ പറഞ്ഞ 41, ചില ആളുകൾ 45 എടുക്കുന്നു, ചില ആളുകൾ 48 എടുക്കും. ഈ സമയത്ത് ഓരോ അയ്യപ്പ സ്വാമിയുടെ ജീവിത രീതിയിലും ഭക്ഷണക്രമങ്ങളിലും ചിട്ടയായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഭക്തര് കറുപ്പ്, നീലവർണം അല്ലെങ്കിൽ കാവി എന്നീ വസ്ത്രങ്ങൾ ധരിക്കുകയും കഠിന വ്രതങ്ങൾ എടുക്കുകയും സാത്വികമായ സസ്യഭക്ഷണം മാത്രം കഴിക്കുകയും നിർദ്ദേശിക്കപ്പെട്ടതായ അനുഷ്ഠാനങ്ങൾ, ഗുരുസ്വാമി നിർദ്ദേശിക്കപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ ഏറ്റെടുക്കുകയും കർശനമായ ബ്രഹ്മചര്യ വ്രതം ആചരിക്കുകയും താൻ തനിക്ക് അഭിമുഖമായി കണ്ട് മുട്ടുന്ന ഏതൊരു വ്യക്തിയെയും സ്വാമി അയ്യപ്പനായി കരുതുകയും ചെയ്യണം എന്നാണ്. അത് സ്ത്രീയാണെങ്കിൽ മാളികപ്പുറത്തമ്മ എന്ന് പറയുകയും ചെയ്യും. അപ്പം മാളികപ്പുറത്ത് അമ്മയെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് വരുന്ന ക്ലാസ്സുകളിൽ. അപ്പം അതിലൊക്കെ നമുക്ക് അറിയേണ്ട ഒരുപാട് തത്വങ്ങളുണ്ട്, നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ചോരിമുത്തയ്യൻ കോവില് ശാസ്താവ് പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നവനായി പൃഥ്വി തത്വത്തെ നിയന്ത്രിക്കുന്ന മൂലാധാരത്തിൽ തൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന വിധത്തില് ആദിഭൂതനാഥന്റെ രൂപത്തിലാണ് ശാസ്താവ് കുടികൊള്ളുന്നത്. ഒന്നുകൂടെ പറയാം, ചോരിമുത്തയ്യൻ കോവില് ശാസ്താവ് എങ്ങനെയാണ് കുടികൊള്ളുന്നത്? പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നതായി അല്ലെങ്കിൽ ആദിഭൂതനാഥനായി പൃഥ്വി തത്വത്തെ നിയന്ത്രിക്കുന്ന മൂലാധാരത്തിൽ തൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന വിധത്തില് ഈ പറയുന്ന ആദിഭൂതനാഥ സ്വരൂപത്തിലാണ് ശാസ്താവ് വസിക്കുന്നത്. ശാസ്താവിൻ്റെ ഇരുവശത്തുമായിട്ട് പൂർണ്ണ, പുഷ്കല എന്നീ 2 പത്നിമാരെയും കാണാം. പൂർണ്ണ, പുഷ്കല സമേതനായ ശാസ്താവ് ശബരിമലയിൽ യോഗാവസ്ഥയിലിരിക്കുന്ന, അല്ലെ, ഒരു യോഗിയായി യോഗസമാധി പൂണ്ട അവസ്ഥയിലാണ് അവിടെ അയ്യപ്പൻ. ശ്രദ്ധിക്കണം, ഇത് രണ്ടും 2 അവസ്ഥകളാണ്. ശാസ്താവിനെ വിവിധ രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശാസ്താവിൻ്റെ കോവിലിന് തൊട്ട് തന്നെ ഇടത്തോട്ട് മാറിയിട്ട് ഇവിടെ സ്വയംഭൂലിംഗം,
അത് ആ സ്വയംഭൂലിംഗം അഗസ്ത്യ മഹർഷിയാൽ ആരാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഗ്രഹമായി പറയപ്പെടുന്നുണ്ട് ആ സ്വയംഭൂലിംഗം. കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ അഗസ്ത്യ മുനിയുടെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ശബരിമല സന്ദർശിക്കുന്നതിന് മുൻപായി ഈ പറയുന്ന ചോരിമുത്തയ്യൻ കോവിൽ നിന്ന് തുടങ്ങി അച്ഛൻ കോവില്, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, എരുമേലി എന്നീ ക്ഷേത്രങ്ങൾ ഒക്കെ നമ്മൾ സന്ദർശിക്കേണ്ടതുണ്ട്. അപ്പൊ മൂലാധാരത്തിലാണ് ചോരിമുത്തയ്യൻ. തുടർന്നുള്ള ക്ഷേത്രങ്ങൾ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ക്രമത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ഈ ശാസ്താവിൻ്റെ 6 ക്ഷേത്രങ്ങളും നമ്മുടെ ശരീരത്തിൽ ഷഡ്ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിലെ ചൈതന്യം ഏതാണെന്ന് നോക്കാം. ഈ ഒരു എപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ, അവിടുത്തെ ചൈതന്യത്തെ നമ്മൾ പരമാവധി ഉള്ളിലേക്ക് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല മാർഗം കണ്ണുകൾ അടച്ചിരിക്കുക, കുറച്ച് സമയം ഇരുന്ന് സ്വയം നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കാര്യമില്ല. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ്, പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് ആ മൂർത്തിയെ മനസ്സിൽ വെച്ച് സ്വയം നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു സ്വയം നിരീക്ഷിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ സ്വയം ഉള്ളിലെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, പക്ഷെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു നിരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു മുൻവിധി ഒന്നും വെക്കരുത്. തുറന്ന മനസ്സോടെ ഒന്നും ചിന്തിക്കേണ്ട. ആ മൂർത്തിയെ പറ്റിയിട്ടോ അത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ള ഒരു മുൻവിധികളും വെക്കാതെ വളരെ ശാന്തമായി സ്വച്ഛന്തമായി ഒരു ലക്ഷ്യവും കൂടാതെ ഇരിക്കുക. കാരണം അങ്ങനെ ഇരുന്നാൽ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് മൂലാധാരമായ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാന്ന് വളരെ കൃത്യമായി അവിടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. കാരണം അതിന് ഏറ്റവും നല്ല മാർഗം പൊതുവേ പറയാറുള്ളത്, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇതേക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ കൂടുതൽ വരും. പക്ഷെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നല്ലതാണ്. പക്ഷെ പിന്നീട് പോകുമ്പോൾ നമ്മൾ ഇതിനെ എന്തായാലും അറിഞ്ഞ് ഇതെൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ഉപാസനയായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ പഴനിയിലൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ശരിക്കും ആ തത്വത്തെ ശരിക്കും അവിടെയൊക്കെയുള്ള ആ പാഷാണശില, നവപാഷാണശില ഭോഗർ സ്വാമി, സാക്ഷാൽ ഭോഗർ സ്വാമി പ്രതിഷ്ഠിച്ചതാണ്. അതൊക്കെ വളരെ ചൈതന്യമുള്ളതാണ്. പക്ഷെ എത്രത്തോളം ആളുകൾ ആ ചൈതന്യം സ്വീകരിക്കാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യലുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ക്ഷേത്രത്തിൽ പോയാൽ ഈ പറയുന്ന പോലെ നമ്മൾ ആ മൂർത്തിയുടെ ചൈതന്യം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പരമാവധി ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിവിധ ചക്രങ്ങളിലുള്ള സ്പന്ദനം ശരിക്കും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, ഇതൊക്കെ നമ്മൾ എത്ര അമ്പലത്തിൽ പോയി നമുക്ക് ഇതുവരെ ആ ഒരു ഭാവം ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് ഉത്തരം. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു തലത്തിൽ ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടി പോവാറില്ല ക്ഷേത്രങ്ങളിൽ. നമ്മുടെ ഭൂരിഭാഗം പോവാറുള്ളത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ കച്ചവടം സംസാരിക്കാനോ ആണ് ഈശ്വരനോട്. അങ്ങനെയല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്. ക്ഷേത്രത്തിൽ പോകേണ്ടത് അവിടെയുള്ള ആ ശില ആരാണോ പ്രതിഷ്ഠിച്ചത്, ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ് അത് പ്രതിഷ്ഠിച്ചത്. ആ ചൈതന്യത്തെ അനുദിനം പൂജാകർമ്മങ്ങളിലൂടെ അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് പൂജാരി അല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തി. ആ ഒരു ചൈതന്യത്തെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വളർത്തുന്ന ആ കൊച്ചാണ് ആ ചൈതന്യം. അല്ലേ, അച്ഛനായി തന്ത്രിയും അമ്മയായി മേൽശാന്തി, ഇവർ രണ്ടും കൂടെ വളർത്തിയെടുത്ത ആ ചൈതന്യത്തെ അനുഭവിക്കാനാണ് ഞാൻ പോകേണ്ടത് ഓരോ ക്ഷേത്രത്തിൽ. അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താവും, നമ്മൾക്ക് ആ ചൈതന്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ആ ചൈതന്യം ഒരു പ്രഭാവം തൻ്റെ ഉള്ളിൽ ഒരു പ്രഭാവം ഉണ്ടാക്കും. ചോരിമുത്തയ്യൻ കോവിനെ കുറിച്ചിട്ട് സംസാരിച്ചാൽ നമ്മളിപ്പോൾ ഈ സീരീസ് ഒക്കെ കേട്ട് ചിലപ്പോൾ നിങ്ങൾ അവിടെ യാത്ര ചെന്നാലും നിങ്ങൾ ചിലപ്പോൾ ഇമ്പ്രസ്ഡ് ആവില്ല. കാരണം അത്രയും ചെറിയൊരു ക്ഷേത്രമാണ്. കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയിലെയോ അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെയോ അല്ലെങ്കിൽ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒന്നും പ്രൗഢിയൊന്നും ഇല്ലാത്തൊരു വെറും സാധാരണ ക്ഷേത്രമായിട്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അതിൻ്റെ അവിടെയുള്ള ചൈതന്യം അത് ശരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന നട്ടലിൻ്റെ അടിഭാഗത്ത് കീഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രത്തിൽ തീർച്ചയായും സ്വാധീനം ഏൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. അതോടുകൂടി നമ്മുടെ
മനസ്സും ശരീരവും ഒരു ഇത്തിരി നേരമെങ്കിലും നിശ്ചലമാക്കി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് വളരെ വൃത്തിയായി അനുഭവിക്കാൻ വേണ്ടി പറ്റും. നമ്മളിൽ ഈ പറയുന്ന പലരും ഈ ക്ഷേത്രം കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഞാൻ ഈ പറയുന്ന പോലെ ശാസ്താക്ഷേത്രങ്ങളിലെ 6 ശാസ്താക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ടതിലെ ഒന്നാമത്തെ ക്ഷേത്രം. ഈ ഒരൊറ്റ ക്ഷേത്രം മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. ബാക്കി തേച്ചും നമുക്ക് കേരളത്തിലാണുള്ളത്. അപ്പം പാപനാശത്തിന് മുകളിലുള്ള കാരയാർ എന്ന അണക്കെട്ട് പ്രദേശത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ഈ വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ടൈഗർ റിസർവ് ആണ് ശരിക്കും ആ സ്ഥലം. ഒരു കൂറ്റൻ പാറയാണ് ശാസ്താവിൻ്റെ ആദ്യത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞത്. അഗസ്ത്യ മഹർഷിക്ക് ഇവിടെ വെച്ചിട്ടാണ് സ്വാമി ദർശനം നൽകിയത്. സ്വാമി തൻ്റെ ദിവ്യ സ്വരൂപം അഗസ്ത്യനോട് വെളിപ്പെടുത്തിയപ്പോൾ എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതമായി പ്രത്യക്ഷപ്പെട്ട് സ്വർണ്ണ പൂക്കൾ വർഷിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേര് പൊൻചൊരിയും മുത്തയ്യൻ എന്നാണ്. പൊൻചൊരിയും മുത്തയ്യൻ, അതാണ് പൊൻചോരി അയ്യനാർ കാവ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിഭൂതനാഥ സ്വരൂപത്തിലാണ് സ്വാമി കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൽ ഈ പറയുന്ന ചെറിയൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ വലിയ കൽമണ്ഡപങ്ങളോ ശില്പങ്ങളോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര കലകളോ അല്ലെ ചുമർ ചിത്രങ്ങളോ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം എന്താ, വളരെ ലളിതമായ ഒരു കെട്ടിടത്തിന്റെ ഘടനയാണ്. പുരാതന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ മറവിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 17-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സിംഗംപെട്ടി ജമീന്ദാർ രാജാക്കന്മാർ ഈ ഒരു ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചു. ഇപ്പോൾ അവിടെ എല്ലാ ദിവസവും ആരാധകരുടെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകൾ ഇത് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വലതുവശം മുഴുവനും മാടൻ, ഒരുപാട് അനുബന്ധ പ്രതിഷ്ഠകളുണ്ട്. മാടൻ മുതൽ പേച്ചി വരെ അനേക പരിവാര ദേവതകളൊക്കെ ഉണ്ട്. തികച്ചും വ്യത്യസ്ത പൂജാ രീതികളും ഉണ്ട് അവിടെ ഈ പറയുന്ന അനുബന്ധ തേവാര ദേവതകൾക്കൊക്കെ. അപ്പൊ ഇടതുവശത്ത് 3 ശ്രീകോവിലുകളുണ്ട്. അകത്തെ ശ്രീകോവില് മഹാലിംഗസ്വാമി പൂർണ്ണ പുഷ്കല സഹിതമുള്ള മഹാശാസ്താവ് ഭഗവാൻ ആദിഭൂതനാഥ്. പിന്നെ ചോരിമുത്തയ്യൻ. ഈ ചോരിമുത്തയ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊൻചൊരിയും മുത്തയ്യൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശബ്ദങ്ങൾ പിന്നെ സ്വാഭാവികമായി ലോപിച്ച് ചോരിമുത്തയ്യൻ. തമിഴിലാണെങ്കിൽ സോരിമുത്തയ്യൻ എന്നാണ് അവർ പറയാൻ. അപ്പോൾ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ചോരിമുത്തയ്യൻ ക്ഷേത്രം. അതിലുള്ള ശാസ്താവിനെ മുത്തയ്യൻ എന്നാണ് അവർ വിളിക്കുന്നത്. ഈ പുണ്യസ്ഥലം അഗസ്ത്യരോടുള്ള ഈ സന്ദർശനം അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭക്തൻ തൻ്റെ താഴ്ന്ന സ്വഭാവത്തെ, അല്ലെ തൻ്റെ മൃഗ സ്വഭാവത്തെ, പശു സ്വഭാവത്തെ മറികടന്നതിന് ശേഷം ലഭിക്കുന്ന ദിവ്യ അനുഭവങ്ങളാണ്. അതാണ് ശരിക്കും മൂലാധാര കുണ്ടലിനി പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മൾക്ക് തന്നെ മൂലാധാര ചക്രം നമ്മുടെ ഉള്ളിൽ ആക്റ്റീവ് ആവാത്തിടത്തോളം കാലം നമ്മൾക്ക് എപ്പോഴും ഒരു ഫിയർ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ വളരെ ഭയം നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും നമുക്ക് എപ്പോഴും. വളരെ ഒരു അഗ്രസീവ് ഒരു മൃഗസ്വഭാവമൊക്കെ നമ്മൾ കാണിക്കും. എന്നാൽ ഇത് ആക്ടിവേറ്റ് ആവുന്നതോടുകൂടി നമ്മളിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യും. നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആവും. നമ്മൾ എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും. ആന്തരികമായി വളരെ സ്വച്ഛന്തമായിരിക്കും. അങ്ങനെ സ്ട്രെസ്സ് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള തലങ്ങളിലൊക്കെ വളരെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. നമ്മുടെ സ്പീച്ചൊക്കെ ശബ്ദമൊക്കെ വളരെ മൃദുവാവാൻ തുടങ്ങും. അതുപോലെ എല്ലാ നിഷേധാത്മക കർമ്മങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തു പോയതോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവായ അപ്രോച്ചസ്, നമ്മുടെ കർമ്മങ്ങൾ പ്രവൃത്തികൾ ഒക്കെ കത്തിത്തീരും. അപ്പോൾ എളുപ്പം നമ്മൾക്ക് മനസ്സിന് കീഴടക്കി വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്താലുള്ള നമ്മുടെ പ്രകൃതത്തിൽ വരുന്ന സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന മാറ്റം. ഇത് പിന്നീട് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നമ്മുടെ ആക്ച്വൽ ബോഡിയിൽ നിഴലിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ അയ്യനാർ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. സോരി പൊന്മുത്ത് മുത്തയ്യൻ കോവിൽ, അല്ലെങ്കിൽ പൊൻസോരി മുത്തയ്യനാർ കോവിൽ, അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ അയ്യനാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ശാസ്താവിൻ്റെ രൂപം നമ്മളെ ശബരിമലയിൽ ദർശിക്കുന്ന രൂപമല്ല. അവിടെ അയ്യനാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കൺസെപ്റ്റ് ശരിക്കും അതൊരു കാവൽ ദേവന്മാരാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരു കാവൽ
ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ്, നമ്മൾ ദുർഗയൊക്കെ പറയുന്ന പോലെയാണ് അവിടെ അയ്യനാർ. ഈ ദൈവങ്ങൾ ശരിക്കും ആ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ രാത്രി കാലങ്ങളിൽ തങ്ങളെ സംരക്ഷിക്കുന്നു, കൊള്ളക്കാരിൽ നിന്നും അവരുടെ വീടുകളൊക്കെ മോഷണത്തിൽ നിന്ന് സംരക്ഷിക്കും എന്ന വിശ്വാസമാണ് അവർക്ക്. ചില പ്രദേശങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഈ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടെ ഗ്രാമദേവതയായിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ഉള്ള പ്രതിഷ്ഠ അവിടെ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ രാത്രി വീടുകൾ പോലും പൂട്ടാറില്ല അത്രേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ദേവതയിലുള്ള വിശ്വാസം. തങ്ങളുടെ വീടുകൾ രാത്രിയിൽ അടക്കില്ല, തങ്ങളുടെ സ്വത്തുക്കളൊക്കെ അയ്യനാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ സ്വയം സ്വഖമായിട്ടും സ്വയം മറന്നുറങ്ങും എന്നാണ് പറയുക. അപ്പൊ അയ്യനാർ തൻ്റെ വെള്ളക്കുതിരയിൽ ഗ്രാമം ചുറ്റി ദുഷ്ടന്മാരെയൊക്കെ കൊല്ലുമെന്ന് അവർ വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമത്തിനും ഒരു കാവൽ ദേവതയുണ്ട്. മിക്കതും അയ്യനാർ എന്ന കൺസെപ്റ്റാണ്. അപ്പൊ അംബാസമുദ്രത്തിന്റെ അത്തരത്തിലുള്ള ഒരു കാവൽ ദേവതയാണ് ശരിക്കും സോരിമുത്തയ്യനാർ. താമ്രഭരണി നദിയുടെ തീരത്തുള്ള ഈ അംബാസമുദ്രം എന്ന് വിളിക്കുന്ന അതിന് സമീപത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിലാണ് ശരിക്കും ഈ പറയുന്ന പ്രതിഷ്ഠ. അദ്ദേഹം വസിക്കുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. കാരണം തമിഴ്നാട് നമുക്കറിയാം പാട്ടുകൾ തന്നെയുണ്ട് അവിടെയൊക്കെ, നാടോടി പാട്ടുകൾ. മുല്ലപ്പൂ വിരിയുന്നു, എൻ്റെ തമ്പുരാൻ വരുന്നു, വെള്ളവസ്ത്രപ്രിയനെ അല്ലെങ്കിൽ വെള്ളവസ്ത്രത്തെ പ്രേമിക്കുന്നവനെ, കോപത്തിലെ അല്ലെങ്കിൽ കോപത്തിൻ്റെ ഇതിഹാസമായവനെ, കാൽനടയിൽ സഞ്ചരിക്കുന്ന പോരാളി, എന്നെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനും, വേഗം വന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സോരിമുത്തയ്യനെ എന്നൊക്കെ പാടുന്ന നാടൻ ശീലുകളുണ്ട്. ഇപ്പം വീരകഥകൾ ഇതിനോട് അനുബന്ധിച്ചിട്ടൊരു ഐതിഹ്യം കൂടിയുണ്ട്. ആ ക്ഷേത്രത്തെ എന്താ പറയുക അനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ എന്തായാലും നിങ്ങൾ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ സീരീസ് കേട്ടിട്ടെങ്കിലും ഇതിൽ കുറച്ച് ആളുകൾ എന്തായാലും അടുത്ത തവണയെങ്കിലും നിങ്ങൾ ശബരിമല യാത്ര തുടങ്ങുന്ന സമയത്ത് പരമാവധി അവിടെ ചെന്ന് മാല വാങ്ങിക്കുന്നെന്തോ എൻ്റെ മനസ്സ് പറയുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം എന്താണ് അതിൻ്റെ ഐതിഹ്യം? ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു മുത്തുപ്പെട്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരിക്കൽ പാപനാശം ഈ പറയുന്ന പ്രദേശം സന്ദർശിക്കുകയും അവിടെയുള്ള പിന്നോക്ക സമുദായത്തിൽപ്പെട്ട 2 സ്ത്രീകളുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ ജാതി അന്നൊക്കെ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ വിവാഹമൊക്കെ വരുമ്പോൾ ഇതൊക്കെ നോക്കുമല്ലോ. ഇപ്പൊ ജാതി മതം എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടെങ്കിലും ഇവരെ 2 പേരെയും വിവാഹം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്നാലും അങ്ങനെ വിവാഹം കഴിയാതെ വന്നു. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വയം അദ്ദേഹം ഒരു സവർണനായിരുന്നു. കുറച്ച് ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തത അവർ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സാമൂഹിക ക്രമം അതായിരുന്നു. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ സാമൂഹിക ക്രമം ജാതി അല്ലെങ്കിൽ പിറവി കൊണ്ടാണ് അന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഈ തത്വം അറിയാതെ പറ്റിപ്പോയതാണ്. കാരണം നമ്മൾക്ക് ഒരിക്കലും ജാതി സമ്പ്രദായം അല്ല ഉള്ളത്, ശരി വർണ്ണവ്യവസ്ഥയാണ്. വർണ്ണവ്യവസ്ഥ വളരെ ഒരു നീണ്ട സയൻസാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ പറയാം. അത് വളരെ നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു തത്വമാണ്. തത്വമല്ല, അത് ശരിക്കും ആ ശാസ്ത്രം നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ജാതീയ വർണ്ണവ്യവസ്ഥയ്ക്ക് എന്തിനാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ട എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. എന്തോ ആവട്ടെ. അപ്പോൾ ഈ വർണ്ണവ്യവസ്ഥയുടെ വ്യത്യാസത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വയം ആ സ്ത്രീകളുടെ കുലത്തിലേക്ക് അദ്ദേഹം ജാതി മാറ്റം അല്ലെങ്കിൽ മതം മാറി എന്നൊക്കെ പറയാം. അങ്ങനെ അവർ 2 പേരെയും വിവാഹം കഴിച്ചു. അങ്ങനെ അവർ ആ ഗ്രാമത്തിൽ സുഖമായി കഴിയുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ പ്രധാനിയായ ആ ഗ്രാമത്തിൻ്റെ ഒരു അക്ഷയപാത്രം എന്നൊക്കെ വിളിക്കുന്ന കാമധേനുവിനെ പോലെയുള്ള ആ ഒരു പശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ഗ്രാമത്തിൽ നിന്ന് ആ പശുവിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും അതിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് മുത്തുപ്പെട്ടനും എന്ത് ചെയ്തു? ആ ഗോവിനെ രക്ഷിക്കാനുള്ള ഇതിൽ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ പശുവിനെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന് മാരകമായി ഈ പറയുന്ന പോലെ പരിക്കൊക്കെ പറ്റി. അതേ തുടർന്ന് അദ്ദേഹം വീരമൃത്യു വരിച്ചു. അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം ഈ 2 സ്ത്രീകളും വഴിയാധാരം ആവുന്ന ഒരു അവസ്ഥയിൽ വന്ന സമയത്ത് ഈ 2 സ്ത്രീകളും കൂടെ അദ്ദേഹത്തിൻ്റെ
കൂടെ തന്നെ മരണത്തെ ആശ്ലേഷിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീരശൂര പരാക്രമം കണ്ടിട്ട് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് വല്ലാതെ അദ്ദേഹത്തോട് ആദരവുണ്ടായി. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ, അദ്ദേഹം വേറൊരു കുലത്തിൽ വിട്ട് ഈ ഒരു നാട് സന്ദർശിക്കാൻ വന്ന് ഈ നാട്ടിലുള്ള 2 സ്ത്രീകളുമായിട്ട് അദ്ദേഹം പ്രണയത്തിലായി. ആ 2 പേരെയും അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് നാട്ടുകാർ അതിനെ എതിർത്തതും അദ്ദേഹം ഒടുവിൽ ഇവിടുത്തെ വ്യവസ്ഥയിലേക്ക് മാറി. അതിനുശേഷം ഇവർ വിവാഹം കഴിച്ചു. എന്നാൽ ആ ഗ്രാമത്തിനൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം തൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് ആ കാമധേനുവിനെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നാട്ടുകാർ അവർക്ക് ഈ പറയുന്ന ആ വ്യക്തിക്കും അവരുടെ 2 ഭാര്യമാർക്കും വേണ്ടിയിട്ട് ക്ഷേത്രം പണിയുകയും ചെയ്തു. അപ്പം ഇതാണ് അവിടെ ഇരിക്കുന്ന മൂർത്തി എന്ന ഒരു ഐതിഹ്യം ഈ ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി അയ്യപ്പനുമായിട്ടുള്ള കണക്ട് വരുന്നത് വേറെ ഒരു തലത്തിലാണ് അവിടെ ഈ ഐതിഹ്യത്തിൽ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സാക്ഷാൽ മണികണ്ഠൻ ചെറുപ്പത്തിൽ ഈ പ്രദേശത്ത് വന്ന് ആയോധന കലകൾ പഠിച്ചിരുന്നതായും തൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും വിജയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചോരിമുത്തു അയ്യനാരെ ആരാധിച്ചു എന്ന് പറയുന്ന ഒരു കഥയും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പം നേരത്തെ നമ്മൾ അയ്യപ്പൻ്റെ ചരിത്രം പറഞ്ഞ മുൻപേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ആ ദിവ്യ അവതാരം ശരിക്കും പന്തള രാജകുടുംബത്തിലെ തന്നെ ഒരു രാജകുമാരിയുടേതാണെന്നും ആ സന്തതി, അയ്യപ്പൻ എന്ന സന്തതി, ആ രാജകുമാരിയെ ഉദയനൻ തട്ടിക്കൊണ്ടുപോയി തൻ്റെ വറുതിയിൽ താമസിപ്പിച്ചതിനെ തുടർന്ന് ഭ്രഷ്ടായതുകൊണ്ട് ജയന്തൻ എന്ന് പറയുന്ന അന്നത്തെ ശബരിമലയിലെ മേൽശാന്തിയുടെ മകൻ, അല്ലെങ്കിൽ അന്നത്തെ പ്രധാന പുരോഹിതന്റെ മകനായ ജയന്തൻ, ആ ജയന്തൻ യുദ്ധം ചെയ്ത് അയ്യപ്പൻ്റെ മാതാവായ ആ സ്ത്രീയെ വീണ്ടെടുത്ത്, പക്ഷെ ഭ്രഷ്ടായതിനാൽ രാജകുടുംബത്തിലേക്ക് അവർ തിരികെ സ്വീകരിക്കാത്തതിനാൽ ജയന്തൻ്റെ ഭാര്യയായി പട്ടമഹിഷിയായി അവരെ അനേക കാലം കാട്ടിൽ വസിച്ചെന്നും അവർക്ക് ഉണ്ടായ കുഞ്ഞാണ് മണികണ്ഠൻ എന്ന ഒരു ചരിത്ര കഥയും കൂടെ നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഈ അയ്യപ്പൻ മണികണ്ഠൻ സിദ്ധവൈദ്യന്മാരുടെ അല്ലെങ്കിൽ സിദ്ധന്മാരായ ഋഷി പാരമ്പര്യത്തിൽ ചെന്ന് അവിടെ നിന്ന് ധാരാളം വിദ്യകളൊക്കെ അഭ്യസിച്ചതിന് ശേഷം തിരിച്ചു വരുന്നതായിട്ട് ചരിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ കഥകളിലുണ്ട്, അയ്യപ്പ ചരിതങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കഥ നമ്മൾക്ക് സ്വീകാര്യമായി തോന്നും. അപ്പോൾ അങ്ങനെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ മൂർത്തിയെ തൻ്റെ 2 പത്നിമാരുടെ കൂടെ ഉണ്ടായ ആ മുത്തുപട്ടർ എന്ന് പറയുന്ന ആ ബ്രാഹ്മണന്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ ബാലനായ മണികണ്ഠൻ ആരാധിച്ചിരുന്നെന്നും തൻ്റെ ഉദ്യമത്തിന് വേണ്ടി, അതായത് മഹിഷിയുടെ വധമാണ് തൻ്റെ ഉദ്യമം, അതിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവ്യാത്മാവിനെ ആരാധിച്ചിരുന്നു എന്നും ഒരു കഥയുണ്ട് ഈ ഒരു ക്ഷേത്രമായിട്ട് ഇതായിട്ട്. അപ്പോൾ പിന്നീട് ശബരിമലയിലേക്ക് അയ്യപ്പൻ അവിടെ നിന്ന് യാത്രയായി എന്നാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള നിവാസികൾക്ക് ഏതെങ്കിലും ഒരു ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ അയ്യനാർക്ക് പൊങ്കൽ സമർപ്പിക്കും. അങ്ങനെ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഏതൊരു ഭക്തനും ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴേണ്ടതാണ്. കാരണം ഇത്രയും പ്രാധാന്യമുള്ള ഒരു കണക്ടിവിറ്റി ശബരിമലയുമായിട്ട് ആ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ വളരെ പ്രത്യേകതയുള്ള ആചാരങ്ങളാണ്. നിരവധി പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. ഒരു പ്രത്യേകത പറയാം, അവിടെ തന്നെയുള്ള ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട വേറെ ഉപമൂർത്തികളുണ്ട് ആ ഒരു ക്ഷേത്ര സന്നിധിയിൽ. അപ്പോൾ അവിടെ പട്ടവരായൻ എന്ന് പറയുന്ന ആ മൂർത്തി ക്ഷേത്രത്തിൽ അവിടെയുള്ള ഒരു ആചാരം, അവിടെയുള്ള ശ്രീകോവിലിൽ പാദരക്ഷകൾ, അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലിൽ പാദരക്ഷകൾ കെട്ടിവെക്കും അവിടെ. എന്നിട്ട് അതിനോടൊപ്പം ആ വ്യക്തിയുടെ സങ്കടം അവിടെ സമർപ്പിക്കും. അടുത്ത വർഷം ഈ വ്യക്തി ആ
ക്ഷേത്രം സന്ദർശിക്കാൻ വരുമ്പോഴേക്കും ആ ചെരുപ്പ് കെട്ടിവെക്കുന്നതുകൊണ്ട് ആരും അത് അവിടെ ഉപയോഗിക്കില്ല. പക്ഷെങ്കിൽ ഒരു ഉപയോഗിച്ച വ്യക്തിയുടെ ചെരുപ്പ് പോലെ അത് പഴകിയതായിട്ടും അല്ലെങ്കിൽ വോൺ ഔട്ട് ആയതും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ അതോടുകൂടി അയാളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കും എന്നുള്ളൊരു വിശ്വാസം അവിടെ. ഒരുപാട് ദുരൂഹതകളുണ്ട് അവിടുത്തെ കാര്യങ്ങൾ. കാരണം ഈ ക്ഷേത്രത്തിനടുത്തായിട്ടൊരു ഇലിപ്പ എന്ന് പറഞ്ഞ ആ ഒരു മരം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മരത്തിൽ തന്നെ ധാരാളം മണികൾ ആളുകൾ കെട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ശാഖകൾക്കിടയിൽ കെട്ടുന്ന മണി വളരെ നന്നായിട്ട് മീട്ടിയാൽ അല്ലെങ്കിൽ മിടിച്ചാൽ ആ ഭക്തന്റെ പ്രാർത്ഥന അയ്യനാര് ഏറ്റെടുക്കും എന്നതിൻ്റെ സൂചനയാണ് എന്നൊക്കെ പറയും ആളുകൾ. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ട്. സമൃദ്ധമായ പച്ചപ്പുകളാണ് അതിന് ചുറ്റും, മനോഹരമായ അന്തരീക്ഷമാണത്. ശരിക്കും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്ഥലം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു അരുവി ഉണ്ട് ക്ഷേത്രത്തിന് കുറുകെ കടന്നു പോകുന്നത്. അതിൽ തന്നെ വളരെ ഒരു ഔഷധ ഗുണമുള്ളത് പോലെയാണ് ഒരു കുളി അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ക്ഷേത്രത്തില് പരിസരത്ത് ചങ്കിലി ഭൂതത്താർ, അതുപോലെ തന്നെ മൊട്ടയാർ, പടലകണ്ടികൈ, കുംഭമണി, അങ്ങനെയുള്ള ഒരുപാട് പ്രതിമകളുണ്ട്. സാക്ഷാൽ ഗണേശ ഭഗവാന്റെ പ്രതിമ പോലും അവിടെയുണ്ട്. കാരണം അത് സ്പഷ്ടമാണ്. കാരണം മൂലാധാരം എന്ന് പറഞ്ഞാൽ ഗണേശൻ ഇല്ലാണ്ടാവില്ല അല്ലേ? മൂലാധാരത്തിലാണ് ഗണപതി കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മൂലാധാരത്തെ സ്വാധീനിക്കുന്ന ക്ഷേത്രത്തിൽ തീർച്ചയായും ഗണപതി കാണേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും അവിടെ ഉണ്ട് വിനായകർ. ഉത്സവകാലത്തൊക്കെ വളരെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നൊരു ക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ ചോറ്റാനിക്കര പോലെ തന്നെ പൈശാചിക ബാധകളൊക്കെ ഒഴിവാക്കാനും സുരക്ഷ കൈവരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ വേണ്ടി എത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് ശരിക്കും ഈ അവിടുത്തെ ഗ്രാമവാസികൾ ഈ ഒരു ക്ഷേത്രത്തെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പട്ടവരായർ, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുള്ള മറ്റ് ദേവതകളിൽ പട്ടവരായർ എന്ന് പറഞ്ഞാൽ ആ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമൂഹമാണ് അടുത്ത് വസിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കന്നുകാലികളൊക്കെ സംരക്ഷിക്കുന്ന സംരക്ഷകനായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രഹ്മരക്ഷസിനോട് പ്രാർത്ഥിക്കുന്നതും കുട്ടികൾ ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഈ മണി കെട്ടി തൂക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ മണികൾ ശരിക്കും ആ ഇലിപ്പി മരം വിഴുങ്ങും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ട്. അതിൻ്റെ ആ മരത്തിൻ്റെ ഭാഗത്തിലേക്ക് എന്താ പറയുക, ആ മണി അതിൻ്റെ ഭാഗമായി തീരും. മരം വളരുന്ന സമയത്ത് ഈ മണിയെ കൂടെ ഉൾക്കൊണ്ട് വളരും. അപ്പം അങ്ങനെ ഒക്കെ അത് ഉൾക്കൊള്ളുമ്പോഴാണ് ആ പ്രാർത്ഥന സഫലമായി എന്ന് ആളുകൾ വിശ്വസിക്കുക. അങ്ങനെ പലതരം ദേവതകളും വിശ്വാസങ്ങളും അതിനോട് ബന്ധപ്പെട്ട കുറേ ഐതിഹ്യങ്ങളും വളരെ ആകർഷിക്കുന്നതാണ് ശരിക്കും. ശാസ്താ കോവിലിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ആ ശാസ്താവ് കുടികൊള്ളുന്ന ആ കോവിലും സ്വയംഭൂ ലിംഗത്തിൻ്റെയും ശ്രദ്ധയെ ഒരു കാരണവശാലും ഇതൊന്നും ഈ പറയുന്ന മറ്റു മൂർത്തികൾ കുറച്ച് കാണിക്കുന്നില്ല. ഈ സ്ഥലം നമ്മുടെ മൂലാധാര ചക്രത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ തന്നെ മായയുടെ കളി അവിടെ ശക്തമാകുന്നതിനാൽ തന്നെ ഈ സവിശേഷത സംഭവ്യം തന്നെ. ഇവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തർക്ക് ഭയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരക്ഷിതത്വം, രോഗങ്ങൾ എന്നിവയൊക്കെ നീങ്ങാനും സന്താന ഭാഗ്യം, ആരോഗ്യം, സൗഖ്യം എന്നിവയൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ കൂടുതലും ചെയ്യാറുള്ളത്. ഇവയെല്ലാം തന്നെ പ്രവൃത്തി മാർഗത്തിലൂടെ ചരിക്കുന്ന ഭക്തർക്കുള്ള ഒരു സാധനാ പദ്ധതിയാണ്. കാരണം നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ നടക്കുന്ന ആളുകൾക്ക് പ്രവൃത്തി മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാവുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശാസ്താവിൻ്റെ ഇരുവശത്തുമായിട്ട് പൂർണ്ണ, പുഷ്കല എന്നിവരുടെ സാന്നിധ്യം ഈ സ്ഥലത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കുന്നതിൽ തന്നെ നമുക്ക് പ്രാധാന്യം മനസ്സിലാവും. ഈ രണ്ട് ആൾക്കാരെ ശരിക്കും താത്വികമായി അവലോകനം ചെയ്യുമ്പോൾ അത് പൂർണ്ണയും പുഷ്കലയുമായിട്ട് പറയുന്ന സമയത്ത് തന്നെ ജ്ഞാനവും ഭക്തിയുമായിട്ടാണ് തത്വത്തിൽ പറയാം. ഭക്തർക്ക് ശരിക്കും വളരെ ആഴത്തിലുള്ള ഭക്തി ഉള്ളതിനാൽ ജ്ഞാനത്തിൻ്റെ ആവശ്യകത ഇല്ലെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമ്മൾ ഈ ചക്രം,
അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ എന്നിവയൊക്കെ നമ്മൾ തള്ളിക്കളയും. കാരണം എന്താണ്? നമ്മൾ ആധുനിക സമൂഹം പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഭൗതികതയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സൂക്ഷ്മ ശരീരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യമായിട്ട് തോന്നില്ല. ഈ ചക്രങ്ങൾ, ശാസ്ത്രങ്ങൾ എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ കടന്നു ഓടുന്ന ഈ മൂലാധാരം ആക്ടിവേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ ഈ അരക്ഷിതാവസ്ഥയും ഈ പറയുന്ന ഇൻസ്റ്റിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഓട്ടം ഇതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അറിവില്ലാത്ത അജ്ഞതയുള്ള ആളുകൾക്കാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, വേണ്ടത്ര അറിവൊക്കെ ഉണ്ടെങ്കിലും ഭക്തിയുടെ ആവശ്യകത ബലഹീനമായ മനസ്സുള്ളവർക്കാണെന്നാണ് കരുതുക. പൊതുവെ നമ്മൾ ഈ ഭക്തിയുടെ കാര്യമൊക്കെ കുറച്ച് ഇന്റലക്റ്റ് ആയിട്ട് സ്ട്രോങ് ഉള്ള ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയും ഇതൊക്കെ ശരിക്കും മനസ്സിന് ശക്തി ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യമല്ലേ അല്ലേ, അങ്ങനെയാണ് പറയാ. നമ്മൾക്ക് സ്ട്രോങ് ആയ ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, മൈൻഡ് വളരെ ശേഷിയുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ മൂലാധാരത്തിൽ നിന്നും ഒരാളിൽ പ്രവർത്തിക്കുന്ന ഘനമാർന്ന പ്രകടനങ്ങളാണ് ശരിക്കും ഈ പറയുന്ന നമ്മുടെ പ്രകൃതത്തെ സ്വാധീനിക്കുന്നത്. അപ്പം ചോരിമുത്തയ്യൻ ക്ഷേത്രത്തിലെ ജ്ഞാനവും ഭക്തിയും ശാസ്താവിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാണെന്ന് പറയാൻ, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് ഒരു ഉപാസനാക്രമം ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് എന്താണ്? ജ്ഞാനം വേണം അല്ലേ. അപ്പോൾ ഒരാള് തൻ്റെ ചക്രങ്ങളിലൂടെ, ഷഡാധാര ചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയരും തോറും ഇവ രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങളൊന്നും അല്ലെന്നും ശാസ്താവിൽ ഒന്നായി നിൽക്കുന്ന വർത്തിക്കുന്ന ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതെങ്ങനെയാണ്? കുണ്ടലിനി റൈസ് ചെയ്യുന്നത് സുഷുമ്നയിലൂടെയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് ഇടാപിംഗള നാഡിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നേരെ നമ്മൾ ബ്രഹ്മാണ്ടത്തിലെ കാര്യം എടുത്ത് നോക്കിയാൽ, ഭൂമി എന്ന് പറയുന്ന ഈ മനോഹരമായ വൃഷ്ടിപ്രദേശം, നമ്മളെല്ലാവരും അധിവസിക്കുന്ന ഈ പൊന്നമ്പലമേട്, അവിടെ അതിനെ അതേപോലെ നിലനിർത്തുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിലെ പൂർണ്ണയും പുഷ്കലയാണ്. ബ്രഹ്മാണ്ടത്തിലെ പൂർണ്ണയും പുഷ്കല ആരാണ്? അത് വേറെ ആരുമല്ല, സൂര്യനും ചന്ദ്രനുമാണ്. അത് വളരെ രസകരമാണ്. നമ്മുടെ ശരീരം എടുത്തു നോക്കുന്നത് പോലെ തുല്യമായ അകലത്തിൽ നിന്നാണ് ഈ രണ്ട് നാഡിയും സുഷുമ്നയെ ചുറ്റിപ്പിണർന്ന് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന അതേ റേഷ്യോയിൽ ബ്രഹ്മാണ്ടത്തിൽ നോക്കിയാൽ സൂര്യൻ അതിൻ്റെ വ്യാസത്തിൽ, ഡയമീറ്ററിൽ 108 എന്ന നമ്പറിൽ ഭൂമിയിൽ നിന്ന് അകന്നിട്ടാണുള്ളത്. അതായത് ഭൂമിയിൽ നിന്ന് 107 സൂര്യനെ വെച്ചാൽ 108ാമത്തെ സൂര്യനാണ് യഥാർത്ഥ സൂര്യൻ ഇന്ന് നമ്മൾ കാണുന്നത്. അതായത് സൂര്യൻ തൻ്റെ തന്നെ വ്യാസത്തിൻ്റെ 108 തവണയാണ് ഭൂമിയിൽ നിന്ന് അകന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ചന്ദ്രനും. തൻ്റെ ഡയമീറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ റേഡിയസ് 107 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഭൂമിയിലേക്കുള്ള ദൂരമായി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് ഭാഗത്ത് നിന്നും ഇവർ രണ്ടും 108 എന്നുള്ള മാജിക്കൽ റേഷ്യോയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രൻ 108 എന്നുള്ള റേഷ്യോ വിട്ടിട്ട് ഒരു 100 കടന്ന് ഇപ്പുറം വന്നാൽ എന്താവും? ഭൂമിയിൽ കരയില്ലാണ്ടാവും. കാരണം ചന്ദ്രൻ കാരണമാണ് ഭൂമിയിൽ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൽ അല്ലേ. ഭൂമി അടുത്ത് വന്നാൽ, ചന്ദ്രൻ അടുത്ത് ഭൂമിയുടെ അടുത്ത് വന്നാൽ ഭൂമിയിലുള്ള ജലം ചന്ദ്രൻ വലിക്കുകയും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും, പുള്ളുകയും ചെയ്യും ടുവേർഡ്സ് ചന്ദ്രൻ. ആ സമയത്ത് എന്താവും? വേലിയേറ്റം ഉണ്ടാവും, കടൽക്ഷോഭങ്ങളുണ്ടാവും, കരകൾ തേച്ചും വെള്ളം കയറി ജീവജാലങ്ങൾക്ക് ഭൂമി വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. ഇനി ഇതേ കാര്യം സൂര്യൻ ചെയ്താലും എന്താ അവസ്ഥ? സൂര്യൻ ആ 108 എന്നുള്ള റേഷ്യോയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ചൂട് ഏകദേശം ഒരു സഹനീയമായ അവസ്ഥയിൽ. അത് 108 എന്ന് മാറി ഒരു 100ലേക്ക് എത്തിയാൽ ഇവിടെ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല, കത്തിപ്പോവും. അപ്പോൾ ഇവർ രണ്ടുപേരും കൃത്യമായി പൂർണ്ണയും പുഷ്കലയും പോലെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന അയ്യപ്പ ചൈതന്യത്തിൻ്റെ ഇടം കൃത്യമായി ഇരിക്കുന്നത്. അപ്പം ശരീരത്തിൽ നോക്കിയാലും സുഷുമ്ന പെർഫെക്റ്റ് ആണെങ്കിലാണ് എൻ്റെ ബോധവും അല്ലെ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ നെർവ്സ് ആണ്. നെർവ് എൻഡിങ്സ് ഒക്കെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നെർവിൻ്റെ സ്റ്റാർട്ടിങ്സ് ഒക്കെ നമ്മൾ കാണാം നട്ടല് സ്പൈനലുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ എല്ലാ നാഡീ ഞരമ്പുകളും. അപ്പോൾ ഇതൊരു പാത്വേ ആണ്. കുലപദം എന്ന് നമ്മൾ ആധ്യാത്മികതയിൽ വിളിക്കും. ഈ കുലപദത്തിലാണ് ഞാൻ എന്ന അസ്തിത്വം ഇരിക്കുന്നത്.
അപ്പോൾ അവിടെ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ബോധം വർക്ക് ചെയ്യില്ല. ബോധം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ അയ്യപ്പനും പൂർണ്ണയും പുഷ്കലയും ആരാണ്? നമ്മുടെ സുഷുമ്നയും ഇടയും പിങ്കളയുമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഋഷീശ്വരന്മാര് ഓരോ വിഗ്രഹത്തെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നത്, വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത്. ഒരു വിഗ്രഹം കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കണം. എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന സുഷുമ്നയിൽ നിന്ന് കുണ്ടലിനിയുടെ ഉത്ഥാപനം എവിടത്തേക്ക്? സഹസ്രാരത്തിലേക്കുള്ള. അതാണ് അയ്യപ്പൻ എന്ന് പറയുന്ന അസ്തിത്വം. പൂർണ്ണ പുഷ്കല എന്താണ്? എൻ്റെ ഇടാ പിങ്കള നാടി. ഇനി അത് ബ്രഹ്മാണ്ടത്തിൽ നോക്കും, പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ഭൂമി എന്ന ഞാൻ ഇരിക്കുന്ന അസ്തിത്വം, അത് സുഷുമ്ന. ഇനി അതിന് ചുറ്റുമാണ് ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനെ നിലനിർത്തുന്നത് സൂര്യനും ചന്ദ്രനും, പൂർണ്ണ പുഷ്കല. അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ചക്രത്തിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഈ ചക്രവ്യവസ്ഥയും ഈ കുണ്ടലിനിയൊക്കെ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലായോ? അപ്പൊ ബോധപൂർവം നിവൃത്തി മാർഗം തിരഞ്ഞെടുക്കുന്നത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രവൃത്തി മാർഗത്തിലുള്ള ആളുകളുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. കാരണം അവര് ഡേ ടു ഡേ ലൈഫിൽ ജീവിതം ജീവിക്കാൻ പോകുന്ന ആളുകൾ ഒരു പക്ഷേ അവര് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലോ ഈ തത്വത്തിലോ ഒന്നും ആകൃഷ്ടരായിരിക്കില്ല. അവരെ സംബന്ധിച്ച് ഭൗതികതയാണ് അവരുടെ പ്രശ്നം. വിശപ്പ്, ജീവിക്കാനുള്ള സാഹചര്യം, സാമ്പത്തികം, ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കാണുന്നത്. ചില ആളുകളെടുത്ത് ചോദിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം നല്ലൊരു വീട് വെക്കണം, പിള്ളേരെ നല്ലോണം പഠിപ്പിക്കണം, കഴിഞ്ഞു അല്ലെ? ചില ആളുകൾക്ക് ചോദിച്ചാൽ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയ കുറെ ആഗ്രഹങ്ങളുടെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ നിവൃത്തി മാർഗം അങ്ങനെയല്ല, പരിത്യാഗത്തിന്റെ മാർഗമാണത്. ശരിക്കും ബാഹ്യമായ സാധ്യതകൾക്ക് അപ്പുറം കാണാനും ഈ ഒരു സ്ഥലത്തിന്റെ നിർമ്മലമായ ചൈതന്യം അനുഭവിക്കാനും ആവുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് നിവൃത്തി മാർഗത്തിൽ ചരിക്കേണ്ടുന്ന അയ്യപ്പ ഭക്തന്മാര് ഈ ക്ഷേത്രം അത്യന്തം പ്രാധാന്യമേറിയ സ്ഥാനം വഹിക്കുന്നതായി മാറിയത് ഇവിടം ഭൗതികമായ അല്ലെങ്കിൽ ലോകത്തിന്റെ അരക്ഷിതത്വത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് മുക്തിമാർഗത്തിന്റെ പാതയിൽ അവരെ ശക്തമായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി സ്വയം അവരുടെ ഉള്ളിലേക്ക് ശ്രദ്ധയെ ആദ്യമായി തിരിച്ചുവിടുന്ന ഒരു സ്ഥലമാണ് ഏത്? ചോരിമുത്തയ്യൻ കോവിൽ. അപ്പോൾ രണ്ട് രീതിയിൽ ഞാനതാണ് പ്രവൃത്തി മാർഗത്തിൽ ചരിക്കുന്ന ആളുകൾക്ക് ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമല്ല, അത്ര വലിയ ഇതുണ്ടാവില്ല. അവിടെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ വിവരിക്കാൻ പോയാലും പറയും ചക്രാസ്, എന്ത് ചക്രാസ് എന്നൊക്കെ പറയും. അത് അവരുടെ മാർഗം പ്രവൃത്തി മാർഗം. എന്നാലും നിവൃത്തി മാർഗം ആന്തരികമായി ഈശ്വരനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മൂലാധാരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ക്ഷേത്രമാണ് അയ്യപ്പ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ പറയുന്ന ചോരിമുത്തയ്യൻ കോവിൽ. ഇപ്പൊ ലോകത്തിന് ഈ പറയുന്ന പോലെ മുക്തി മാർഗത്തിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ മുക്തി മാർഗത്തിലൂടെ ലോകത്തിന്റെ ഉയർച്ച, ലോകത്തിനെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക, മുക്തി മാർഗത്തിന് അങ്ങനെ ആ ഒരു മാർഗത്തിൽ ലോകത്തിന് അല്ലെങ്കിൽ താൻ എന്ന ലോകത്തെ പ്രതിഷ്ഠിക്കാൻ സ്വയം അവരുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആദ്യം തിരിച്ചുവിടണം. ആ ആദ്യം തിരിച്ചുവിടുന്ന സ്ഥലമായിരിക്കണം ഏത്? ചോലി മുത്തയ്യൻ കോവിൽ അല്ലെങ്കിൽ അയ്യനാർ. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സന്ദർശിക്കാൻ. അങ്ങനെ പോകുന്ന ആളുകൾക്കാണ് എന്താണ് കൃത്യമായി അല്ലെ ഒരു ദീക്ഷയൊക്കെ ഗുരുസ്വാമിയുടെ അടുത്ത് നിന്ന് ലഭിച്ചു, ആ പറയുന്ന ക്രമമൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വളരെ ശക്തമായ ഒരു സ്ഥലമായിട്ട് ഇതിനെ അനുഭവിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്തുകൊണ്ടോ വളരെ കുറച്ച് ഭക്തരാണ് ഇവിടെ സന്ദർശിക്കാനുള്ളത്. ഇതിൻ്റെ പ്രാധാന്യമൊന്നും അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. മൂലാധാര ചക്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കുറേ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ പറയുമ്പോൾ ഷഡ്ചക്ര നിരൂപണം എന്ന ടെക്സ്റ്റിൽ വളരെയേറെ വചനങ്ങളിൽ ശരിക്കും ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതിൽ 4 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മൂലാധാരത്തെ വിവരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന, നമ്മളിൽ ഭൂരിഭാഗവും സ്ഥിരമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രധാനമായും അടിസ്ഥാനപരമായ അതിജീവനം, സർവൈവൽ, പിന്നെ പ്രജനനം എന്ന് പറഞ്ഞാൽ പ്രൊക്രിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ അടുത്ത തലമുറയെ സൃഷ്ടിക്കലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അടിസ്ഥാനപരമായി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതോടൊപ്പം നമുക്ക് അതിനെ സർവൈവ് ചെയ്യിക്കാനുള്ള ഇൻസ്റ്റിങ്സും നമുക്ക് ആവശ്യമാണ്.
അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അത് ഉറങ്ങിക്കിടക്കുന്നത് ഈ ചക്രത്തിലാണ്. അപ്പോൾ മൂലാധാരത്തിൻ്റെ അതിദേവത പുരുഷ മാസ്കുലിൻ എനർജി മൂലാധാരത്തിൽ ഏതാന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മാവായതിന്. അപ്പോൾ ബ്രഹ്മാവ് മൂലാധാരത്തിൽ ഉത്തേജിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവുകളാണ് പ്രവണതകളായി മാറുന്നത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപരമായ കഴിവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പ്രവണതകളായി മാറും. അങ്ങനെ ഈ പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത്, അവിടെ ഇതിനുള്ള ശക്തി ഈ പ്രവണതകളിലേക്ക് ബ്രഹ്മാവ് ഒരു ക്രിയേഷൻ നടത്തുമ്പോൾ ആ ക്രിയേറ്റീവായ ഫോഴ്സിന് ക്രിയേഷൻ നടത്താനുള്ള ശക്തിയായി അവിടെ വസിക്കുന്നത് ഡാകിനി ദേവിയാണ് മൂലാധാരത്തിൽ. അപ്പോൾ ലിംഗരൂപത്തിലുള്ള ഒരു സ്വയംഭുവും അതിനെ ചുറ്റിപ്പൊതിഞ്ഞ് പരമസാക്ഷാത്കാരത്തിന് താക്കോലായ അല്ലെങ്കിൽ പരമസാക്ഷാത്കാരം നേടാൻ ഉതകുന്ന കുണ്ടലിനി ചൈതന്യം, അതാണ് അവിടുത്തെ ഒരു ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ഒരു ചിത്രീകരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ മൂലാധാരത്തിൻ്റെ ഒരു അപഗ്രഥനാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതായത് ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു, ചോരിമുത്തയ്യൻ കോവിലും അവിടുത്തെ പ്രാധാന്യം, അവിടുത്തെ ആചാരരീതി, മുത്തുപ്പെട്ടർ എന്ന ഐതിഹ്യ കഥാപാത്രം, മൂപ്പരുടെ 2 ഭാര്യമാര് അല്ലെ സമേതനായി 2 പത്നി സമേതനായി ഉള്ള പ്രതിഷ്ഠ. ഈ ചോരിമുത്തയ്യനെയാണ് അയ്യപ്പൻ കാലത്തിൽ അവിടെ കളരി അഭ്യസിക്കാൻ വന്ന സമയത്ത് അയ്യപ്പൻ ആരാധിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് കൂടുതൽ നമ്മൾ അയ്യപ്പൻ്റെ ചരിത്രപരമായതും ഇതിഹാസപരമായതുമായ കാര്യങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുപോലുള്ള ഈ കാര്യങ്ങളുടെ തുടർച്ച ഉണ്ടാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഈ വിദ്യകളൊക്കെ ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്ത് വലയത്തിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള അറിവുകൾ അവരറിയേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയ്യപ്പൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളെല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു തീർത്ഥാടനം അതിൻ്റെതായ യഥാർത്ഥ കാതൽ അറിഞ്ഞുകൊണ്ടുള്ള തീർത്ഥാടനം എല്ലാ ജനങ്ങളെയും നമ്മൾക്ക് ആചരിപ്പിക്കുവാനും അനുഷ്ഠിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനാവട്ടെ നമ്മളുടെ എല്ലാ പരിശ്രമവും. അതിന് നമ്മളെ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ.